തമിഴ്നടൻ റോബോ ശങ്കർ അന്തരിച്ചുവെന്ന വാർത്ത ഇന്നലെ രാത്രിയോടെയാണ് പുറത്തു വന്നത്. 46 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ചെന്നൈയിലായിരുന്നു അന്ത്യം. പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതി ഉണ്ട് എന്ന വാർത്തയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. എന്നാൽ ആ പ്രതീക്ഷ പാടെ തെറ്റി എന്ന് തന്നെ പറയണം. കഴിഞ്ഞ ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ചെറിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രാത്രി 8:30 ഇന്നലെ മരണം സ്ഥിരീകരിച്ചത്. കോമഡി വേഷങ്ങളിലൂടെയാണ് റോബോ ശങ്കർ ശ്രദ്ധിക്കപ്പെട്ടത്. ധനുഷ് നായകനായ മാരി എന്ന സിനിമയിലെ വേഷം ജനപ്രീതി നേടിയിരുന്നു. തമിഴ് ടെലിവിഷൻ രംഗത്ത് റോബോ ശങ്കർ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു. നിരവധി ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലും നിറയുന്നത് എന്ന് പറയാം. മലയാളികൾക്കും വളരെയധികം സുപരിചിതമാണ്. വളരെയധികം തന്നെ പ്രേക്ഷകർക്ക് അറിയുന്ന കഥാപാത്രങ്ങളായിരുന്നു റോബോ ശങ്കർ കാഴ്ചവെച്ചതെല്ലാം. മാസും കോമഡിയും ചേർന്ന കഥാപാത്രങ്ങളിൽ പ്രത്യേക ഒരു കഴിവ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതും. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്ത എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.